പറഞ്ഞു വരുമ്പോൾ ഇടുക്കിയിൽ ഒരു മെഡിക്കൽ കോളേജ് ഒക്കെ ഉണ്ട്. പക്ഷേ ഇതിനെ മെഡിക്കൽ കോളേജ് എന്ന് വിളിക്കാമോ എന്ന് ചോദിച്ചാൽ അവിടെയുള്ളവർ ഒന്ന് സംശയത്തോടു കൂടി നിൽക്കും. ഒരു റഫറൽ ആശുപത്രി മാത്രമാണ് ഈ ഇടുക്കിയിലെ മെഡിക്കൽ കോളേജ് എന്ന് പറയുന്നത്. മാറ്റമില്ലാത്തതായി മാറ്റം മാത്രമേ ഉള്ളൂ എന്ന് പറയും. പക്ഷേ ഇടുക്കിക്കാരുടെ കാര്യത്തിൽ മറ്റൊന്നുകൂടിയുണ്ട്. അത് എൻ്റെ പിന്നിൽ കാണുന്ന ഈ മെഡിക്കൽ കോളേജിൻ്റെ തലവരെയാണ്. രണ്ടായിരത്തി 14 ഇടുക്കിയിൽ മെഡിക്കൽ കോളേജ് ആരംഭിക്കുന്നത്. ഇപ്പോൾ ഒരു പതിറ്റാണ്ട് കഴിയുന്നു. കെട്ടിട നിർമ്മാണം ഇനിയും പൂർത്തിയായിട്ടില്ല. എന്തിന് MBBS വിദ്യാർത്ഥികളെ പഠിപ്പിക്കാൻ ആവശ്യമായ പ്രൊഫസർമാരുടെയും അസോസിയേറ്റ് അസിസ്റ്റന്റ് പ്രൊഫസർമാരുടെയും പോസ്റ്റുകൾ പലതും ഇപ്പോഴും ഒഴിഞ്ഞുകിടക്കുകയാണ്. വലിയ സ്ഥാപനമാണ് മെഡിക്കൽ കോളേജ് എന്ന് പറഞ്ഞാൽ കുറെ 22 ഡിപ്പാർട്ട്മെന്റുകളുണ്ട്. അപ്പം 22 ഡിപ്പാർട്ട്മെന്റിൽ 10 പേര് കൂട്ടി കഴിഞ്ഞാൽ തന്നെ 220 സ്റ്റാഫ് വേണം, ഫാക്കൽറ്റി വേണം. അതിനകത്തൊരു 10-25 എണ്ണം കുറവുണ്ട്. എൻ്റെ പിന്നിൽ കാണുന്ന ഈ കെട്ടിടത്തിന് ഫയർ NOC ഇല്ല. ഈ കെട്ടിടത്തിലെ ലിഫ്റ്റ് പ്രവർത്തന സജ്ജമായിട്ടില്ല. ഓക്സിജൻ പ്ലാന്റ് പ്രവർത്തിക്കുന്നില്ല. എന്തിനിങ്ങോട്ട് വരാൻ നല്ലൊരു വഴി പോലുമില്ല. ഇടുക്കി മെഡിക്കൽ കോളേജുമായി ബന്ധപ്പെട്ട പരാധീനതകൾ പറഞ്ഞ് പതിഞ്ഞു പോയവയാണ്. മെഡിക്കൽ കോളേജിൽ KV സബ്സ്റ്റേഷൻ സ്ഥാപിക്കാൻ കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ പുതിയ കെട്ടിടത്തിൽ ലിഫ്റ്റുമില്ല. ഫയർ NOC ലഭിക്കണമെങ്കിൽ ചുറ്റും വഴി വേണം. ഫയർ എഞ്ചിന് സുഗമമായി മടങ്ങിപ്പോകാനുള്ള മാർഗം വേണം. പുതിയ കെട്ടിടത്തിൽ അതില്ല. ഫയർ NOCക്കുള്ള പൈപ്പും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട്. പുറത്തോട്ട് ഒരു ഫയർ എഞ്ചിൻ വന്നു കഴിഞ്ഞാൽ പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഇറങ്ങി പോകാനുള്ള വഴിയില്ല. റിവേഴ്സ് എടുത്ത് വേണം ഇറങ്ങിപ്പോകാൻ. അങ്ങനത്തെ ആണ് നമ്മുടെ ഈ ടെറൈൻ്റെ പ്രശ്നമൊക്കെ ഉണ്ട്. സീവേജ് ട്രീറ്റ്മെന്റ് പ്ലാന്റ് നിർമ്മിക്കാൻ പദ്ധതി തയ്യാറാക്കിയിട്ടുണ്ട്. പക്ഷേ ഭരണാനുമതി ലഭിച്ചിട്ടില്ല. ദ്രവീകൃത ഓക്സിജൻ പ്ലാന്റ് നിർമ്മിച്ചു. പക്ഷേ ഇങ്ങോട്ടേക്ക് വഴി പോലുമില്ല. ഇങ്ങനെ ഇല്ലായ്മകളെക്കുറിച്ച് മാത്രമാണ് ഇടുക്കി മെഡിക്കൽ കോളേജിന് പറയാനുള്ളത്. ഇടുക്കിയിൽ ഒരു മെഡിക്കൽ കോളേജ് ഉണ്ടെന്ന് പറഞ്ഞ് അടിയന്തര ചികിത്സ തേടി ഇവിടെ എത്തിയാൽ മറ്റൊരു ആശുപത്രിയിലേക്ക് കൊണ്ടുപോകാനായിരിക്കും പറയുക. ഇത്ര എമർജൻസി ആണെങ്കിൽ കോട്ടയത്തേക്ക് ഞാൻ റെഫർ ഇവിടെ കൊണ്ടുവന്നാലും ഉടനെ തന്നെ കോട്ടയത്തേക്ക് റെഫർ ചെയ്യുക. ഈ പേഷ്യൻ്റ് ഇച്ചിരി ഞരമ്പൊക്കെ കട്ട് ചെയ്തിട്ടല്ലേ ഇത്രയും ബ്ലീഡിങ് ഉണ്ട് പേഷ്യന്റിനെ ഇവിടെ കൊണ്ടുവന്നിട്ട് ഇവിടെ അതിനുള്ള ഫെസിലിറ്റീസ് ഒന്നും ഇല്ല. മെഡിക്കൽ കോളേജ് ആണെന്ന് പറയുന്നല്ലാണ്ട് അതിന് മാത്രം ഫെസിലിറ്റീസ് ഒന്നും ഇവിടെ നമുക്കില്ല. അപ്പോൾ എമർജൻസി ആണെന്ന് തോന്നുന്നു ഒരു പേഷ്യന്റ് ഇങ്ങോട്ട് വിടരുത്. ഇല്ല, നിലവിലൊരു രോഗിയെ കൊണ്ട് വന്നു കഴിഞ്ഞാൽ ഒരു തലയിറങ്ങിയ ഒരു രോഗി ഈ ആശുപത്രി വന്നാൽ അന്നേരം തന്നെ തൊടുപുഴ ജില്ലാ ആശുപത്രിയിലേക്ക് റെഫർ ചെയ്യുന്നൊരു സാഹചര്യമുണ്ട്. കാരണം ഈ ഇടുക്കി മെഡിക്കൽ കോളേജിലുള്ള ചികിത്സാ സൗകര്യത്തെക്കാളും കൂടുതൽ തൊടുപുഴയും നെടുങ്കണ്ടത്ത് താലൂക്ക് ആശുപത്രികളിലുണ്ട്. ഇവിടെ ഒരു ഹാർട്ട് സംബന്ധമായ ഒരു അസുഖമായിട്ടൊരു പേഷ്യൻ്റ് വന്നാൽ ഇവിടെ ഒരു ഹാർട്ടിൻ്റെ കാർഡിയോളജിയിൽ ഡോക്ടറില്ല, ന്യൂറോ ഡോക്ടറില്ല. പഠിക്കുന്ന കുറച്ച് പിള്ളേരുണ്ട്. പിന്നെ ഡോക്ടർമാരെ ഇടയ്ക്ക് വരും പോവും. ശരിക്കും പറഞ്ഞാൽ ഒരു മെഡിക്കൽ കോളേജെന്ന് ഒരു കാരണവശാലും പറയാൻ പറ്റിയില്ല. ഇതിന് എങ്ങനെയാണ് മെഡിക്കൽ കോളേജ് എന്ന് പറയുന്നത്? നിർമ്മാണം ഏറ്റെടുത്തിരിക്കുന്ന കിറ്റ്കോയുടെ മെല്ലപ്പോക്കാണ് മെഡിക്കൽ കോളേജ് നേരിടുന്ന പ്രധാന വെല്ലുവിളി എന്നുള്ളതാണ് പരാതി. ചികിത്സാ രംഗത്ത് ഒരുപാട് പരിമിതികളുള്ള ഒരു ജില്ലയാണ് ഇടുക്കി. ഈ ജില്ലയ്ക്ക് അനുവദിച്ച മെഡിക്കൽ കോളേജിനോട് അധികൃതർ ഇനിയെങ്കിലും കുറച്ച് കരുണ കാട്ടണം. വിനു കാഞ്ഞിരപ്പള്ളിക്കൊപ്പം ജേനസ് രാജു, മാതൃഭൂമി ന്യൂസ്.